ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് UAE-ലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ദുബായിൽ നിന്ന് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വീക്കിന് മുകളിലായെങ്കിലും ഇപ്പോഴാണ് ഈ വീഡിയോ ഇടാൻ എനിക്ക് സമയം കിട്ടിയത്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നില്ല ചിന്ത ഉച്ചക്ക് 12 മണിക്കാണ് എൻ്റെ തലയിലേക്ക് ഉദിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ ഞാനും എൻ്റെ ചേച്ചി ഒരേപോലെ പറയുന്നതാണ് കഞ്ഞിയും മീൻ പൊരിച്ചതും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് സോസേജ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. മീനിൽ തേച്ച മസാല കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് സോസേജിലും കൂടി ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്താ ചോദിച്ചാൽ ഞാൻ പറയും കഞ്ഞിയും മീൻ പൊരിച്ചതും ചമ്മന്തി. ചെറുപ്പത്തിലെ രാത്രി വീട്ടിൽ കഞ്ഞിയാണ്. അങ്ങനെ കഞ്ഞി കുടിച്ച് ഞാൻ ഉച്ചക്കും കഞ്ഞി തന്നെ ആയി മാറി. അതുകൊണ്ട് ഉച്ചക്കും രാത്രി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡാണ് കഞ്ഞി. അമ്മ കിച്ചണിൽ ലഞ്ച് പ്രിപ്പയർ ആക്കുകയാണെങ്കിൽ AC നിതാൻ്റെ വാർഡ്രോബ് സെറ്റാക്കുന്നതാണ് ഉണ്ടായത്. ദുബായിലേക്ക് പെട്ടെന്ന് വരാൻ കാരണം ഇതും കൂടിയാണ്. ഞാനും എൻ്റെ അമ്മയും ഏച്ചിയും കൂടിയില്ല കുറച്ച് ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഏച്ചി കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് എനിക്കും ഒരുമാതിരി ഡിപ്രഷൻ അടിച്ച പോലെയായിരുന്നു. പിന്നെ ഞാൻ പോയപ്പോൾ അമ്മക്കും. അപ്പം കുറേ നാളിന് ശേഷമാണ് നമ്മൾ 3 പേരും ഒരുമിച്ചില്ല ഇങ്ങനത്തെ ഡേയ്സ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ എപ്പോഴെങ്കിലും ആയിക്കൂടെ എന്ന് പറയുന്നവരോട് സമയം നമുക്ക് എപ്പം തിരിച്ചിടണമെന്നില്ല. അപ്പോൾ നമുക്കിനി ഡേ ഇൻ മൈ ലൈഫിലേക്ക് തിരിച്ചു വരാം. ഈ കാണിക്കുന്നത് ചേച്ചിൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. ദുബായ് ഓൾറെഡി സേഫാണ്. ഇവർ കുറച്ചും കൂടി സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നിത്താന് ഫുഡ് കഴിച്ച് ഉറങ്ങുന്നതുണ്ടായേ. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാനുണ്ട്. അപ്പം ഓനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മൂഡ് മൊത്തം അങ്ങ് പോവും. എനിക്കിപ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇവൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സങ്കടമെല്ലാം പോയിട്ട് ഞാൻ നല്ല രീതിയിൽ ഹാപ്പി ആവലുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഞ്ഞി കുടിക്കാം. നല്ല ചൂട് കഞ്ഞിയും മീൻ പൊരിച്ചതും സോസേജ് ഫ്രൈയും നല്ല കടുമാങ്ങ അച്ചാറും. ആഹാ, അങ്ങനെ ഞാനും എൻ്റെ ചേച്ചി മൂക്കുമുട്ടനെ മത്സരിച്ച് കഞ്ഞി കുടിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഒരു ഔട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനൊരു ബം ഷോർട്ട്സും ഒരു വൈറ്റ് ഷർട്ടും ഒരു ക്യാപ്പും വെച്ച് അങ്ങ് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പലതരം കത്തിവേഷങ്ങളാണ്. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ നിതാനുമായിട്ട് മാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തത്. ഞാനും ചേച്ചി ഷോർട്ട്സ് ആയതുകൊണ്ട് അമ്മനെ കൊണ്ട് നമ്മൾ ജീൻസും കൂടി ഇടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ജീൻസും ഇതുപോലുള്ള ഷോർട്ട് ടോപ്പൊക്കെ ഇടുന്നത്. ലൈഫായ കുറച്ച് ചേഞ്ച് എല്ലാം വേണം. നല്ല രസമില്ലേ അമ്മനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ട് നേരെ പോകുന്നത് മെട്രോയിലേക്കാണ്. ഏച്ചീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനും കൂടി വരുന്നുണ്ട്. ദുബായിലുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ആ ഏച്ചിൻ്റെ കൂടെ നമ്മൾ മെട്രോ ഒന്ന് മീറ്റ് ചെയ്യണം. ഏച്ചി നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒരുങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ് പോകുന്ന വൈബായിരുന്നു നമുക്കുണ്ടായത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ചേച്ചിൻ്റെ ഫ്രണ്ടിനെയും മീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. മെട്രോ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് എത്തുന്നത്. ഇതാണ് ഏച്ചിൻ്റെ UAE-ലുള്ള ഫ്രണ്ട് സെബിൻ ഏച്ചി. നമ്മൾ കുറേ നാളായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇവിടുന്ന് നേരെ മെട്രോ പിടിച്ചിട്ട് നമ്മൾ വേറെ ബുർജുമ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്നിട്ട് വീണ്ടും മെട്രോ പിടിച്ചിട്ട് വേണം നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് പോകാൻ. 2 വർഷം മുന്നേ ഞാൻ UAE-ലേക്ക് വന്ന സമയത്ത് അപ്പോൾ നിതാനില്ല കേട്ടോ. ഞാനും എൻ്റെ ചേച്ചിയും ദുബായ് മൊത്തം കറങ്ങിയത് ഈ മെട്രോയിലൂടെ പോയിട്ടാണ്. അതുകൊണ്ട് തന്നെ മെട്രോ എന്താണെന്നും എവിടെയൊക്കെയാണ് സ്റ്റേഷൻ വരുന്നതെന്നും ഏതൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വന്നപ്പം എനിക്ക് പുതിയതായിട്ട് ചെയ്യുന്ന പോലെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഇവിടുത്തെ കാറിലും ബസ്സിലെല്ലാം പോകുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം തോന്നിയത് മെട്രോയിൽ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തിയപ്പോഴാണ് പുതിയൊരു റോബോട്ടിനെ കണ്ടത്. അങ്ങനെ നമ്മൾ 2ാമത്തെ മെട്രോ ട്രെയിൻ എടുത്തിട്ട് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയത്തിലേക്കുള്ള മെട്രോ എന്നുള്ള ഡയറക്റ്റ് എൻട്രി.
അതാ മുകളിലേക്കൂടെ കണ്ടില്ലേ, അതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഞാൻ ഫസ്റ്റ് ടൈം അല്ല പോകുന്നത്, സെക്കൻഡ് ടൈമാണ്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് മെട്രോന്ന് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി വരുന്നത്. നല്ല അടിപൊളിയില്ലേ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഇവർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഗുഹേൻ്റെ ഉള്ളിലേക്കൂടെയൊക്കെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എല്ലാവർക്കും ഫ്രീ ആക്സസ് ആണ്. പക്ഷെ മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എത്രയോ പൈസ കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഒരു റോബോട്ടിക് ഡോഗും അതുപോലെ തന്നെ ഒരു റോബോട്ടിക് ബലൂണും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിനി. പക്ഷെ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. മുകളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷെ അത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ കയറണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് നല്ല അടിപൊളി പാർക്ക് ഉണ്ട്, അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്തു. How long can you hold onto your breath for? It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in അതിനുശേഷം നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മെട്രോ നമ്മൾ നേരെ പോകുന്നത് ബി ലബാനിലേക്കാണ്. ഞാൻ യു എയിൽ വന്ന ഫസ്റ്റ് ഡേ ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബി ലബാനിൽ പോയിട്ട് അവിടുത്തെ ക്രം ഡേല ക്രം സ്ട്രോബെറി പുഡിംഗ് ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏച്ചിക്കൊക്കെ ട്രൈ ചെയ്യാൻ വാങ്ങിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബി ലബാനിൽ പോയി. അവിടുന്ന് നമ്മളൊരു സ്ട്രോബെറി പുഡിങ്ങും അതുപോലെ തന്നെ ഏച്ചിൻ്റെ ഫ്രണ്ട് വേറെ ഒരു ലോട്ടസിൻ്റെ പുഡിങ്ങും വാങ്ങിച്ചു തന്നു. അമ്മ ഇങ്ങനെ എപ്പെങ്കിലും എനിക്കത് വാങ്ങിത്തരുമോ എന്നുള്ള ആഗ്രഹങ്ങൾ പറയും. ആ സമയത്ത് നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷം. ദൈവം സഹായിച്ച് അമ്മ അങ്ങനെ പറയുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മല്ലാണ്ട് പിന്നെ ആരാന്നല്ല ഇതെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഈവനിങ് ആയപ്പോഴേക്ക് ഞാനും മനുവായിട്ടും കൂടി ഒന്ന് മലബാർ ഗോൾഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരാവശ്യത്തിന്. ഏച്ചി അമ്മയും കഴിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ വന്നിട്ടില്ല. ഒരുമിച്ച് മീറ്റാക്കാൻ പോകുന്ന സമയത്ത് പല പല പ്ലാനുകളും ഞാനും എൻ്റെ ഏച്ചിയും നടത്തും. നമുക്ക് റീലെടുക്കുക, വീഡിയോ എടുക്കുക, പാട്ടെടുക്കുക, ഡാൻസ് എടുക്കുക, അങ്ങനെ പല പല മോഹങ്ങൾ. അതിലൊരു 10 പ്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാത്രമേ നടക്കാറില്ലൂ. അങ്ങനെ നമ്മളൊരു ഡാൻസ് റീലെടുത്തു. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം മനുവാട്ടൻ്റെ കൊറിയോഗ്രാഫിൽ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഡേ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് ചിരിച്ചു, ഒരുപാട് ഫുഡ് കഴിച്ചു, കുറേ നാൾ കഴിഞ്ഞിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറേ മെമ്മറീസും ഉണ്ടാക്കി വെച്ചു. എന്തെന്ന് വെച്ചാൽ അവസാന ജീവിതത്തിൽ ഈ ഓർമ്മകൾ മാത്രമേ ബാക്കിയുണ്ടാവൂ.